മലയോര മേഖലയിലെ പെൺകരുത്തിന്റെ നേർമുഖമായിരുന്നു കാനത്തിൽ ജമീല എന്ന കമ്മ്യൂണിസ്റ്റുകാരി. LIC ഏജന്റായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ നേരിൽ കണ്ട സാധാരണക്കാരന്റെ വിഷമിപ്പിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് രാഷ്ട്രീയക്കാരിയായി മാറിയ കാനത്തിൽ ജമീല തന്റെ സ്വന്തം നാട്ടുകാർക്ക് പ്രവർത്തന മികവിലൂടെ കാട്ടിക്കൊടുത്തു. ചികിത്സയ്ക്കിടയിലും പുഞ്ചിരിയോടെ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട നേതാവ് കൂടിയാണ് കാനത്തിൽ ജമീല. കോഴിക്കോട്ടെ മലയോര മേഖലയായ കുറ്റ്യാടിയിൽ നിന്ന് ലഭിച്ച രാഷ്ട്രീയ ബോധമാണ് കാനത്തിൽ ജമീല എന്ന CPM നേതാവിന്റെ രാഷ്ട്രീയ കരുത്ത്. 9ാം തരത്തിൽ പഠിക്കുമ്പോൾ SFIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് ജമീലയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് അനുഭവം. പിന്നീട് LIC ഏജന്റായി പ്രവർത്തിക്കുന്ന കാലത്ത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞതിന്റെ കരളുറപ്പിലാണ് കാനത്തിൽ ജമീല പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിലേക്ക് കാലെടുത്തുവച്ചത്. 1995 പഞ്ചായത്തിലേക്ക് മത്സരിച്ചവർ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. 2000 തലക്കുളത്തൂർ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷയായും 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായും തെരഞ്ഞെടുത്തു. 2010 2020 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നാട്ടുകാർക്ക് അതുവരെ പരിചയമില്ലാതിരുന്ന ഗ്രാമസഭകൾ, അയൽക്കൂട്ടങ്ങൾ, വികസന സെമിനാറുകൾ എന്നിവയെല്ലാം ജനങ്ങളെ പരിചയപ്പെടുത്തി. വളരെ വേഗത്തിൽ കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മാറി. ജമീലയുടെ ഈ പ്രവർത്തന മികവിന് CPM അംഗീകാരം കൂടി ലഭിച്ചതോടെ 2021 നിയമസഭയിലേക്ക് മത്സരിച്ചു. 8472 വോട്ടിനാണ് കോൺഗ്രസിന്റെ N സുബ്രഹ്മണ്യനെ ജമീല പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയത്. അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാവായിരുന്ന ജമീലയുടെ പിതാവ് TKK അബ്ദുള്ളയുടെ ജീവിതാനുഭവവും നാട് പഠിപ്പിച്ച പൊള്ളുന്ന അനുഭവങ്ങളും ഉൾക്കൊണ്ട് മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ജമീല. ചികിത്സയിൽ കഴിയുമ്പോഴും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു. കാനത്തിൽ ജമീല ഓർമ്മയിലേക്ക് മറയുമ്പോൾ നഷ്ടമാകുന്നത് കമ്മ്യൂണിസ്റ്റ് കരുത്തിൽ വളർന്ന ജനകീയ നേതാവിനെയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.